തൊണ്ട വരണ്ടുണങ്ങുമ്പോൾ മനസ്സിനെ കുളിർമയേകാനും ഒരു പകലിൻ്റെ തളർച്ചയകറ്റി ഉന്മേഷം പകരാനും നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം ആശ്രയിക്കുന്നത് ഒരു കപ്പ് ചൂട് ചായയെ ആയിരിക്കും. ലോകമെമ്പാടുമുള്ള ചായപ്രേമികൾക്ക് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഇന്ന് അന്താരാഷ്ട്ര ചായ ദിനം. കേവലമൊരു പാനീയം എന്നതിനപ്പുറം വലിയൊരു സംസ്കാരത്തിൻ്റെയും സാമ്പത്തിക വ്യവസ്ഥയുടെയും കഥയാണ് ചായക്ക് പറയാനുള്ളത്. ഒരു കപ്പ് കടും ചായയുടെ കയ്പിലോ പാൽച്ചായയുടെ മധുരത്തിലോ ദിവസം തുടങ്ങുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ആഗോളതലത്തിൽ വെള്ളം കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പാനീയവും മറ്റൊന്നുമല്ല, ചായ തന്നെയാണ്. ചായയുടെ ഈ ആഗോള ജനപ്രീതിയെയും അതിൻ്റെ പിന്നിലെ കഠിനാധ്വാനത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് 21 അന്താരാഷ്ട്ര ചായ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2020 മുതലാണ് മെയ് 21 ഔദ്യോഗികമായി ലോക ചായ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ചായയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലെ ദരിദ്ര ജനവിഭാഗങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമാണ് തേയില കൃഷി. കേവലമൊരു ഉന്മേഷപാനീയം എന്നതിനപ്പുറം ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിലും ചായ മുന്നിലാണ്. ആൻറ്റി ഓക്സൈഡുകളാൽ സമ്പന്നമായ ചായ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ഹെർബൽ ടീ എന്നിങ്ങനെ ഇന്ന് ചായയിലെ വൈവിധ്യങ്ങൾ അനവധിയാണ്. എങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും വിപണിയിലെ വിലയിടിവും തേയില മേഖലയ്ക്ക് ഇന്ന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. ഈ പ്രതിസന്ധികളെ മറികടന്ന് സുസ്ഥിരമായ തേയില ഉൽപ്പാദനം ഉറപ്പാക്കാനും തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കാനും ഈ ചായ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൗഹൃദങ്ങൾ പുതുക്കാനും ചർച്ചകൾ സജീവമാക്കാനും ഒരു കപ്പ് ചായക്കുള്ള കഴിവ് ചെറുതല്ല. ഈ ചായ ദിനത്തിൽ ഏവർക്കും ടീം ന്യൂസ് ബാഗിൻ്റെ ടീ ഡേ ആശംസകൾ.